106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 2023 കുറിച്ച് നോക്കാം. നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്ന വനിതാ സംവരണ ബില്ലാണിത്. 128ാമത് ഭേദഗതി ബില്ല്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് അവതരിപ്പിച്ച ആദ്യ ബില്ല് കൂടിയാണിത്. ബില്ല് അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19 കേന്ദ്ര നിയമനീതി മന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ആണ്. 2023 സെപ്റ്റംബർ 20 ലോക്സഭയിലും സെപ്റ്റംബർ 21 രാജ്യസഭയിലും ഇത് പാസാക്കപ്പെട്ടു. 2023 സെപ്റ്റംബർ 28 പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒപ്പുവെച്ച് അതേ ദിവസം തന്നെ ഈ നിയമം നിലവിൽ വരികയും ചെയ്തു. ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33%, അതായത് 1/3 15 വർഷത്തേക്ക് സ്ത്രീകൾക്ക് സംവരണം ചെയ്യാനാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. സ്ത്രീകൾക്കുള്ള സംവരണ സീറ്റുകളിൽ SC/ST കോട്ട ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം കുറച്ച് ആർട്ടിക്കിൾസിൽ മാറ്റം വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 239A ഭേദഗതി ചെയ്യുകയും 330A, 332A, 334A എന്നിവ ഉൾപ്പെടുത്തുകയും ചെയ്തു. സെൻസസ്, മണ്ഡല പുനർനിർണയം എന്നിവയ്ക്ക് ശേഷം ഈ നിയമം നടപ്പിലാക്കും.